നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജനുവരി 19 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അപ്രതീക്ഷിതമായിട്ട് മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. സാധാരണഗതിയിൽ ഇതൊരു നയതന്ത്ര സന്ദർശനമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഗൾഫിലെ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദി എമർജൻസി കൺസൾട്ടേഷൻ അഥവാ അടിയന്തര കൂടിയാലോചന എന്നാണ്. അതിൻ്റെ കാരണം ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC എന്ന സംഘടനയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു കഴിഞ്ഞു എന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്താണ് ഇപ്പോൾ ഗൾഫിൽ സംഭവിക്കുന്നത്? മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നെടുകെ പിളർന്നിരിക്കുകയാണ്. ഒരു വശത്ത് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നിവരൊക്കെ ചേർന്ന് രൂപീകരിക്കുന്ന നേറ്റോ മാതൃകയിലുള്ള ഒരു ഇസ്ലാമിക് സംഘടന, ഒരു ഇസ്ലാമിക് നേറ്റോ. മറുവശത്ത് ഇതിനെതിരെ UAE, ഇന്ത്യ, ഇസ്രായേൽ എന്നിവർ ചേർന്ന് രൂപീകരിക്കുന്നു എന്ന് സംശയിക്കുന്ന ഇൻഡോ ഏബ്രഹാമിക് സഖ്യം. കഴിഞ്ഞ മാസം, അതായത് 2025 ഡിസംബറിൽ യമനിലെ മുക്കല്ലയിൽ നടന്ന ഒരു ബോംബാക്രമണമാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ UAEയുടെ പിന്തുണയുള്ള സൈന്യത്തിന് നേരെ ബോംബിട്ടതോടുകൂടി ഒരു കാലത്ത് ജ്യേഷ്ഠാനുജന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന സൗദിയും UAEയും ഇന്ന് പരസ്യമായ ശത്രുക്കളായിട്ട് മാറി. ഈ സാഹചര്യത്തിൽ ഖത്തറും ഒമാനും കുവൈറ്റും എവിടെ നിൽക്കും? എന്താണ് ഈ മുക്കല്ല സംഭവം? 2026 ഇന്ത്യ എങ്ങനെയാണ് ഗൾഫിലെ ഗെയിം ഓഫ് ത്രോൺസിൽ നിർണായക ശക്തിയാകുന്നത്? അടുത്ത കുറച്ച് മിനിറ്റുകൾ ക്ഷമയോടുകൂടി വീഡിയോ കാണുക. ഇത് വെറും ഒരു വാർത്തയല്ല, വരാനിരിക്കുന്ന ചരിത്രമാണ്. UAE പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ തിടുക്കത്തിലുള്ള ഈ സന്ദർശനത്തിന്റെ ഗൗരവം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയുടെ മൂലകാരണമായ മുഗല്ല സംഭവം എന്താണെന്ന് അറിയണം. യമൻ യുദ്ധം അവസാനിച്ചു എന്ന് ലോകം കരുതിയിരിക്കുമ്പോഴാണ് പുതിയ പോർമുഖം തുറക്കുന്നത്. സൗദിക്ക് വേണ്ടത് സുരക്ഷിതമായ ഒരു അതിർത്തിയാണ്. അതായത് യമൻ ഒരു ഒറ്റ രാജ്യമായിട്ട് നിലനിൽക്കണം, റിയാദിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. UAEക്ക് വേണ്ടത് തുറമുഖങ്ങളാണ്. ലോകത്തിലെ ചരക്ക് നീക്കത്തിന്റെ 12% കടന്നു പോകുന്ന ബാബൽ മന്ദേബ് കടലിടുക്കിന്റെ നിയന്ത്രണം UAEക്ക് വേണം. അതിനായിട്ട് ദക്ഷിണ യമൻ വിഭജിച്ച് അവിടെ തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ, അതായത് STC, സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ സ്ഥാപിക്കാനായിട്ട് UAE ഒന്ന് ശ്രമിച്ചു നോക്കി. UAEയുടെ പിന്തുണയുള്ള STC സൈന്യം മുക്കല്ല പോർട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് സൗദി അറേബ്യയുടെ വ്യോമസേന അതിശക്തമായിട്ട് തിരിച്ചടിച്ചത്. സൗദിയുടെ ബോംബുകൾ വീണത് UAEയുടെ സ്വപ്നങ്ങളുടെ മേളിലാണ്. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഗൾഫിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് സൗദി അറേബ്യയാണ്. UAE അവരുടെ പരിധിയിൽ നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ സൗദിയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായിട്ട് ദുബായിലുള്ള വമ്പൻ കമ്പനികളോട് അവരുടെ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റാനായിട്ട് സൗദി അറേബ്യ അന്ത്യശാസനം നൽകി. ഇല്ലെങ്കിൽ അവർക്ക് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് UAEയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ഇതോടെ മതം കൊണ്ടും ഭാഷ കൊണ്ടും ഒന്നാണെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട് ഇവരെ ബദ്ധശത്രുക്കളായിട്ട് മാറി. തന്നെ സൈനികമായിട്ട് നേരിടാനായിട്ട് സൗദി ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് പുതിയ സുഹൃത്തുക്കളെ തേടി ഇറങ്ങാൻ നിർബന്ധിതനുമായി. ഇവിടെയാണ് കാര്യങ്ങൾ ഇന്ത്യയും ഇസ്രായേലിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. സൗദി അറേബ്യ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനായിട്ട് രൂപീകരിച്ചിരിക്കുന്ന പുതിയ ത്രികക്ഷി സഖ്യമാണ് ഇസ്ലാമിക് നേറ്റോ. 2025 സെപ്റ്റംബർ 17 റിയാദിൽ വെച്ച് ഒപ്പുവെച്ച SMDA, സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് പ്രകാരം ഇതിന്റെ ഫിനാൻഷ്യറായിട്ടുള്ള സൗദി അറേബ്യ ഈ സഖ്യത്തിന് ആവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് ഡോളർ നൽകുന്നു. സുന്നി മുസ്ലിം ലോകത്തിന്റെ ഖലീഫ എന്ന സ്ഥാനം അതോടെ സൗദി അറേബ്യ ഏകദേശം ഉറപ്പിക്കുന്ന ലക്ഷണത്തിലാണ്. ഇതിന്റെ മസിൽ ആൻഡ് ന്യൂക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതായത് ആണവായുധ ശക്തിയുള്ള ഏക മുസ്ലിം രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ സൗദി അറേബ്യയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കരസേനയെ നൽകാനും അവർ തയ്യാറാണ്. അതേസമയം പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ സൗദിയുടെ പണത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാനും തയ്യാറാണ്. പിന്നെ വരുന്നതാണ് തുർക്കി, ദ ടെക്നോളജി ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള റോളിൽ. തുർക്കി ഒരു നേറ്റോ അംഗമാണ്. ഡ്രോൺ സാങ്കേതികവിദ്യ അടക്കം ലോകത്തിലെ വളരെ മികച്ചു നിൽക്കുന്ന സാങ്കേതികവിദ്യകൾ പലതും ടർക്കിയുടെ കൈവശമുണ്ട്. ഈ അവസരത്തിൽ ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഖഷോഗി വധത്തിന് ശേഷം തുർക്കിയും സൗദിയും ബദ്ധശത്രുക്കളായിരുന്നു.
പക്ഷെ ഇപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നുള്ള തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുവരും ഇസ്രായേലിനെ വെറുക്കുന്നു ഗാസ വിഷയത്തിൽ. അതുപോലെ തന്നെ ഇരുവരും UAEയുടെ വളർച്ചയെ ഭയക്കുന്നു. കൂടാതെ തുർക്കിക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സൗദി അറേബ്യയുടെ നിക്ഷേപം അത്യാവശ്യമാണ്. ഇതോടെ പാകിസ്ഥാന്റെ അണുവായുധവും തുർക്കിയുടെ ഡ്രോണുകളും സൗദിയുടെ പണവും ചേരുന്ന ഭീകരമായ ഒരു സൈനിക ശക്തി ഗൾഫിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഇത് UAE മാത്രമല്ല, തീർച്ചയായിട്ടും ഇന്ത്യയെയും ലക്ഷ്യമിടുന്ന ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമിക് നാറ്റോ എന്ന വമ്പൻ സ്രാവിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇത് മുൻകൂട്ടി കണ്ടതിനെ നേരിടാൻ വേണ്ടിയാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ UAEയും കൂടെ ചേർന്ന് രൂപീകരിച്ച ഒരു സുരക്ഷാ കവചമാണ് I2U2. I ചേർത്തുള്ള 2 രാജ്യങ്ങളും U ചേർത്തിട്ടുള്ള 2 രാജ്യങ്ങളും, ഇന്ത്യ, ഇസ്രായേൽ, UAE, USA. UAEയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയിൽ ഓടിയെത്തിയത് ഈ സഖ്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യയോട് പറയുന്നത് ഇതാണ്: പാകിസ്ഥാനും തുർക്കിയും ചേർന്നുള്ള സഖ്യം ഇന്ത്യക്കും ഭീഷണിയാണ്. കശ്മീർ വിഷയത്തിൽ അവർ ഒന്നിക്കും, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നായിരിക്കാം. അപ്പം ന്യായമായിട്ട് ഒരു ചോദ്യം വരും, ഇന്ത്യ ഇതിൽ എങ്ങനെ പങ്കാളിയാകുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം ഹൈഫ പോർട്ടാണ്. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ ഈ തുറമുഖം അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇത് UAEക്ക് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു വാതിലുമാണ്. പിന്നെ വരുന്നതാണ് IMEC കോറിഡോർ, അതായത് ഇന്ത്യയിൽ നിന്നും UAE വഴി സൗദിയെയും പാകിസ്ഥാനെയും ഒഴിവാക്കി യൂറോപ്പിലേക്ക് പോകുന്ന ഒരു സാമ്പത്തിക പാത. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ, ഇത് UAEയുടെ ജീവനാഡിയാണ്. പിന്നെ വരുന്ന മറ്റൊരു ഘടകമാണ് ഭക്ഷ്യസുരക്ഷ, അതായത് UAEക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതും ഇന്ത്യയാണ്. ഇതിൽ ഇസ്രായേലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, സൗദി അറേബ്യ പാകിസ്ഥാൻ സഖ്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് UAEക്ക് അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങൾ വേണം. ഇസ്രായേലിൻ്റെ അയൺ ഡോം, ബാരക് 8 മിസൈൽ സംവിധാനങ്ങൾ, മൊസാദിൻ്റെ ഇൻ്റലിജൻസ്, ഇതൊക്കെയാണ് UAEയുടെ ധൈര്യം. ചുരുക്കത്തിൽ സൗദി മതവും പട്ടാളവും ഉപയോഗിക്കുമ്പോൾ UAE പണവും ടെക്നോളജിയും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കടക്കാം. സൗദിയും UAEയും 2 ചേരികളിലായതോടുകൂടി ബാക്കിയുള്ള GCC രാജ്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടും ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ, ഇവരെല്ലാം ആകെ ധർമ്മസങ്കടത്തിലാണ്. ആരുടെ കൂടെ നിൽക്കും? ഖത്തർ ഒരു പക്ഷേ പഴയ കണക്കുകൾ തീർക്കാനായിട്ട് സൗദിക്കൊപ്പം ആയിരിക്കാം. കാരണം ഗൾഫിലെ UAEയുടെ ഏറ്റവും വലിയ എതിരാളി ഖത്തറാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ പൂർണ്ണമായിട്ടും ഇസ്ലാമിക് നാറ്റോ, അതായത് സൗദി തുർക്കി പക്ഷത്താകാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2014 കാലഘട്ടത്തിൽ സൗദിയും UAEയും ചേർന്ന് ഖത്തറിനെ ഉപരോധിച്ചപ്പോൾ ഖത്തറിനെ സഹായിക്കാനായിട്ട് ആദ്യം ഓടിയെത്തിയത് തുർക്കിയാണ്. ദോഹയിൽ തുർക്കിയുടെ സൈനിക താവളവുമുണ്ട്. UAEയുടെ ഇസ്രായേൽ പ്രേമത്തെ, അതായത് എബ്രഹാം അക്കോർഡ്സിനെ ഖത്തർ വെറുക്കുന്നുമുണ്ട്. ഹമാസ് വിഷയത്തിൽ ഖത്തറും തുർക്കിയും ഒരേ തൂവൽ പക്ഷികളുമാണ്. അതുകൊണ്ട് തന്നെ UAEയെ ഒറ്റപ്പെടുത്താൻ കിട്ടുന്ന ഈ ഒരു അവസരം ഖത്തർ പാഴാക്കാനായിട്ട് സാധ്യതയില്ല. പിന്നെ വരുന്നത് ഒമാൻ്റെ കാര്യമാണ്. ഗൾഫിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒമാൻ പോലും ഒരു പക്ഷം പിടിക്കാനായിട്ട് നിർബന്ധിതരായേക്കാം. സത്യത്തിൽ ഒമാൻ രഹസ്യമായിട്ട് സൗദി അറേബ്യയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമാൻ്റെ തെക്കൻ അതിർത്തിയായ യമനിലെ മഹ്റ പ്രവിശ്യയിൽ UAE നടത്തുന്ന നീക്കങ്ങൾ ഒമാനെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ UAE തങ്ങളെ വളയുകയാണോ എന്ന് മസ്കറ്റ് ഭയക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, UAE എന്ന് പറയുന്ന രാജ്യം ഒമാനിൽ കുറേ ചാരപ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയും ഒമാന് അറിയാം. അങ്ങനെ വരുമ്പോൾ UAEയുടെ അമിത ആത്മവിശ്വാസം തകർക്കാനായിട്ട് സൗദി എന്ന് പറയുന്ന വലിയേട്ടന് മാത്രമേ കഴിയൂ എന്ന് ഒമാൻ്റെ സുൽത്താൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റും സൗദിക്കൊപ്പം നിൽക്കാനാണ് സാധ്യത. കാരണം ഇറാഖിൽ നിന്നുള്ള ഭീഷണി കുവൈറ്റിന് എപ്പോഴും ഉണ്ട്. 1990കളിലെ പാഠം അവരെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദിയുടെ സംരക്ഷണം ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നാണ്. ഇതുകൂടാതെ ഗൾഫിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിരുദ്ധ വികാരമുള്ള ജനത കുവൈറ്റിലെയാണ്. അതുകൊണ്ട് തന്നെ UAE ഇസ്രായേൽ ബന്ധത്തെ കുവൈറ്റ് പാർലമെൻറ്റ് രൂക്ഷമായിട്ട് എതിർക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹ്റൈൻ്റെ നിലപാട്. ബഹ്റൈൻ ഒരു പക്ഷേ സൗദിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് തുടരാനോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കാനോ സാധ്യതയുണ്ട്. കാരണം ബഹ്റൈൻ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ്. എന്നാൽ ബഹ്റൈൻ രാജ്യത്തിൻ്റെ സുരക്ഷ സൗദിയുടെ കൈകളിലാണ്. 2011 സൗദി ടാങ്കുകളാണ് ബഹ്റൈൻ രാജാവിനെ രക്ഷിച്ചത്. അപ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ
ബഹ്റൈൻ ഒരു പക്ഷേ ഇസ്രായേൽ ബന്ധം മരവിപ്പിച്ച് സൗദിയുടെ കൂടെ നിൽക്കാനായിട്ട് നിർബന്ധിതരാകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിന്റെ പുറത്തുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം കേൾക്കാനായിട്ട് സാധിക്കും. സത്യത്തിൽ ഈജിപ്റ്റ് കുടുങ്ങിപ്പോയിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് സൗദിയുടെ പണം അവർക്ക് വേണം. പക്ഷേ സൗദി സഖ്യത്തിലുള്ള തുർക്കിയെ മുസ്ലിം ബ്രദർഹുഡിന്റെ പേരിൽ ഈജിപ്റ്റ് പ്രസിഡന്റ് അൽ സിസിക്ക് വിശ്വാസമില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലുമായിട്ട് ഈജിപ്തിന് നല്ല ബന്ധവുമാണുള്ളത്. എന്നിരുന്നാലും ഒരു പക്ഷേ നാളെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഗതികെട്ട് അവർ സൗദി പക്ഷത്തേക്ക് ചായാനാണ് സാധ്യതയുള്ളത്. പിന്നെ വരുന്നത് ഇന്തോനേഷ്യയും മലേഷ്യയും. ഈ രാജ്യങ്ങളിലെ ജനവികാരം ശക്തമായിട്ടും ഇസ്രായേലിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിക് നാറ്റോ ആശയത്തെ വൈകാരികമായിട്ട് പിന്തുണയ്ക്കും. പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് ഇന്ത്യയും UAEയും പിണക്കാനും കഴിയില്ല. അതുകൊണ്ട് അവർ വാക്കാലുള്ള പിന്തുണ മാത്രം നൽകി മാറി നിൽക്കാനാണ് സാധ്യത. ജോർദാൻ രാജാവിന് സത്യത്തിൽ സൗദി അറേബ്യയെക്കാളും ഭയം തുർക്കിയുടെ പുതിയ ഒട്ടോമൻ സാമ്രാജ്യ മോഹങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ജോർദാൻ രാജാവ് രഹസ്യമായിട്ട് ഒരു പക്ഷേ UAE ഇസ്രായേൽ സഖ്യത്തിനൊപ്പം സുരക്ഷ തേടാനും സാധ്യതയുണ്ട്. ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കോൺഫ്ലിക്റ്റ് വലിയൊരു യുദ്ധത്തിൽ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സൈനിക സംഘടനയുടെ സമ്പൂർണ്ണമായ ഭാഗമാകാനായിട്ട് ഇന്ത്യ താല്പര്യം കാണിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും 2026 ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷണമായിട്ട് വരും. അതിലൊന്നാമത്തെ കാരണം ഓയിൽ ക്രൈസിസ് തന്നെയായിരിക്കും. കാരണം സൗദി UAE തർക്കം മുറുകിയാൽ എണ്ണവില കുതിച്ചുയരും. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് വരും. രണ്ടാമത് പാകിസ്ഥാന്റെ ഭീഷണി. കാരണം സൗദിയുടെ പണവും തുർക്കിയുടെ ഡ്രോണുകളും ലഭിക്കുന്ന പാകിസ്ഥാന് അഹങ്കാരം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ കാശ്മീർ അതിർത്തിയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രവാസികളുടെ കാര്യമാണ്. ഗൾഫിലെ ഈ ഒരു ചേരിതിരിവ് അവിടെ ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതുമായിട്ടുള്ള 40 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യയുടെ തന്ത്രം ഒരു ഡീഹൈഫനേഷൻ പോളിസി ആയിരിക്കും. അതായത് സൗദിയുമായിട്ട് നല്ല ബന്ധം തുടരുമ്പോഴും തന്ത്രപരമായ സഖ്യം UAEയുമായിട്ട് മാത്രം നിലനിർത്തുക. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു സഖ്യത്തെ ഇന്ത്യക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോൾ കൊണ്ടുപോയത് വെറും ഒരു കരാർ മാത്രമായിരിക്കില്ല, മറിച്ച് താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഇന്ത്യയുടെ ഉറപ്പും കൂടി ആയിരിക്കും. ലോകക്രമം മാറുകയാണ് സുഹൃത്തുക്കളെ. ഗൾഫ് രാഷ്ട്രീയം ഇനി എണ്ണയിൽ മാത്രമല്ല, രക്തത്തിലും സഖ്യങ്ങളിലും കൂടിയാണ് ഒഴുകാൻ പോകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇസ്ലാമിക് നാറ്റോ ഇന്ത്യക്ക് ഭീഷണിയാണോ? താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആഴത്തിലുള്ള വിശകലനമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.